Happy birthday, Henry. Happy birthday to you. Oh, അയ്യോടാ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയ കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെ കൂടുതലും ഓൺ വോയിസിൽ വന്നു നിന്ന് പറയുക കേട്ടോ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമുണ്ട് അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യാൻ ഓർത്തു. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കേട്ടോ. ബർത്ത്ഡേ ദിവസമാണ്, പക്ഷേ നമ്മൾ ഇടുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വോയിസ് ഓവർ ചെയ്യുന്ന ഇന്ന് തന്നെ കേട്ടോ ഇത് ഇടാനും പോകുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റ് ആദ്യമേ തന്നെ ചായ വെച്ചു. പിന്നെ ഇവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പഴം പുഴുങ്ങാൻ വെച്ചു. അപ്പം ആ പഴത്തിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടെ അങ്ങോട്ട് ഇടുവാണെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് പണി കഴിയുമല്ലോ. അപ്പം ഞാനത് എങ്ങനെ ചെയ്യണം, ഒന്നിച്ച് വെച്ചാൽ പൊട്ടിപ്പോവുമല്ലോ. അപ്പം എങ്ങനെയാണെന്നോർത്ത് കുറച്ചു നേരം അവിടെ കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ടുണ്ട്. ഈ കുഞ്ഞു പാത്രത്തിൽ പഴം വെക്കുവാണെങ്കിൽ അതിൻ്റെ സൈഡിലോട്ട് മുട്ടയും കൂടെ വെക്കാലോ എന്നോർത്ത് അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ തൊട്ട് ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഇത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആര്യക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് അവന് കളർ ഡ്രസ് ഇട്ടോണ്ടൊക്കെ സ്കൂളിൽ പോകാം ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ടീച്ചറിനോട് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, ബർത്ത്ഡേക്ക് കളർ ഡ്രസ്സൊക്കെ ഇവിടെ അലൗഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വേറെ ഇതൊക്കെ അരിഞ്ഞ് കറിയൊന്നും ആക്കിയിട്ട് ആദ്യക്കുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം, റെഡിയാക്കണം, ഫുഡ് കൊടുക്കണം, കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അത് ഫ്ലോപ്പായി. കേക്ക് നല്ല ടേസ്റ്റാണ്, ഞാൻ നോക്കി, പക്ഷെ ഷേപ്പ് പോയി കേട്ടോ. അത് ഞാൻ വെച്ച പാത്രത്തിന്റെ അളവൊന്നും ശരിയല്ലായിരുന്നു. അപ്പൊ അത് പൊങ്ങി വന്ന് ബേക്ക് ആയപ്പോഴത്തേന് മോളി വന്ന് ടച്ച് ചെയ്തിട്ട് അതിന്റെ ഷേപ്പൊക്കെ അങ്ങ് പോയി. പിന്നെ കേക്ക് എന്ന് പറയാം, നമ്മളല്ലാതെ ഇവനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇവനെങ്കിലും ഒരു കേക്ക് വാങ്ങുന്നുണ്ട്. അത് കൂടാതെ ഞാൻ ഒന്ന് ഉണ്ടാക്കിയതായിരുന്നു, എനിക്കൊന്ന് ഒരു രസം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. പക്ഷെ ആ കേക്ക് ഒന്ന് ഫ്ലോപ്പ് ആയിപ്പോയി. സാരമില്ല, നമുക്ക് വൈകിട്ട് കട്ട് ചെയ്യാൻ വേറെ. അപ്പൊ അതുകൊണ്ട് രാവിലെ ഞാൻ ഉണ്ടാക്കി കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ആ കേക്ക് കാണിക്കാം. ഞാൻ പറയുമായിരുന്നു, കഴിഞ്ഞ 2020 ഈ ടൈമിൽ രാവിലെ ഞാൻ ഡെലിവറിക്ക് കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു 8 മണി കഴിഞ്ഞപ്പോഴാട്ടോ ഉണ്ടായത്. അങ്ങനെ പിന്നെ എന്താ, ഇപ്പൊ രാവിലെ ഞാൻ ഇവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ചെയ്യുന്നു. ഇപ്പൊ ചോറും നമ്മുടെ സാധാരണ ചോറാട്ടോ 2 പേർക്ക് കൊടുക്കുന്നത്. ചോറും സോയാബീൻ ഇന്നലെ വെന്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊരു നമ്മള് മീറ്റ് മസാല വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു മീറ്റ് കറി പോലെയൊക്കെ ഇരിക്കാൻ കണക്കിനൊന്നും ഉണ്ടാക്കാന്ന് ഓർത്തോണ്ടിരിക്കുക. ഒക്കോന്നും അറിയത്തില്ല. പിന്നെ ആദ്യക്കുട്ടന് 2 സോയാബീൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വെന്തത്. അത് ഇനി ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അത് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് പഴവും മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ എന്താ, ഞാൻ കുറച്ച് ബലൂണൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം കണ്ടിട്ടില്ല കേട്ടോ, ആദ്യം ഏറ്റിട്ടില്ല ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് എന്താ പകലൊന്ന് വീർപ്പിച്ച് വെക്കണം. പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സേമിയ പായസം വെക്കണമെന്ന് ഓർക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേഗം സോയാബീൻ അടുപ്പിലോട്ട് ഇട്ടു കേട്ടോ. കുറച്ച് മീറ്റ് മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ, ബാക്കി പൊടിയെല്ലാം ഇതിനകത്ത് ചേർന്നാണല്ലോ മീറ്റ് മസാല ആകുമ്പോഴേ. കുറച്ച് വെള്ളവും കൂട്ടിട്ട് തന്നെ സോയാബീൻ അങ്ങനെ വേവാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ആ നേരത്തെ ടക്കുന്നൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേനും ഈ പഴം ഇതിൽ നിന്ന് താഴോട്ട് വീണ സൗണ്ടായിരുന്നു കേട്ടോ. കേട്ട് തിളച്ചിട്ടേ എല്ലാം കൂടെ. പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് പഴം വെന്തിട്ടുമില്ല, കല്ല് പോലെ ഇരിപ്പുണ്ട്. പിന്നെ അതുവഴി വീണ്ടും തിരിച്ച് കയറ്റി അടച്ചു വെച്ചു കേട്ടോ. മുട്ടയും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതങ്ങ് വെച്ച്. സമയമാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് സ്പീഡിലോട്ടോ പോകുന്നത് കൊണ്ട് ഞാൻ ധൃതിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലേ. ഇപ്പൊ ആദ്യക്കുട്ടൻ ഏറ്റു വരുമ്പോൾ സമയം പോകും. അപ്പൊ അതവിടിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ആദ്യക്കുട്ടി സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടുത്ത അടുപ്പിലോട്ട് വെക്കാവേ. ചട്ടി വെച്ചു. ഇനി അതിൽ വേണ്ട മസാലകളൊക്കെ ഒന്ന് ചേർക്കണം. അതിന്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല വേണ്ട,
ഗരം മസാലയുടെ ശകലം പൊടി, പിന്നെ ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതുകൂടെ ശകലം ചേർത്തിട്ട്, ശകലം മതി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വറക്കാനിടാവേ നേരെ. ഞാൻ കൈ കൊണ്ട് തന്നെ ഇളക്കണം, ഇച്ചിരി ഉള്ളതുകൊണ്ട് അത് എനിക്കാണെങ്കിൽ കൈ വെച്ച് എന്തോ എടുത്താലും നീറും, മുളകെടുത്താൽ. അപ്പം എന്തായാലും ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. പാനൊന്ന് അടുപ്പിച്ച് ചട്ടി ഒന്ന് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. മതിയാവും. അപ്പൊ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിലെ വെള്ളം പിഴിയാൻ മറന്നുപോയി. ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. തീരെ കുറയ്ക്കാം, തീരെ കുടിച്ച എണ്ണ മൊത്തം കുടിക്കും. ഒന്ന് കുറച്ചിടാം, ചെറുത് മീഡിയത്തിലാക്കിയിടാം. അപ്പൊ ആ നേരത്തെ ഞാനിത് ചായ കുടിച്ചിട്ട്, ഇത്രയും നേരമായിട്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രേ ആയതേ ഉള്ളൂ. അങ്ങനെ വേഗം തന്നെ അതിന്റെ സോയാബീൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്, ഇത് ഹൈ ഫ്ലെയിമിൽ വിടല് ലോയിൽ വിടല് കേട്ടോ. ലോയിൽ ഇട്ടാലും മൊത്തം എണ്ണ കുടിച്ചെടുക്കും. അതുപോലെ ഹൈയിലിട്ടാൽ കരിഞ്ഞു പോകുകൊണ്ട് രണ്ടിനും വെട്ടയ്ക്കുള്ളൊരു ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ വെക്കാൻ. നല്ല ടേസ്റ്റാണ്. ആദ്യക്കും ഇഷ്ടമാ, എനിക്കും ഇഷ്ടമാ. ആദ്യക്കുട്ടൻ അത് മുഴുവൻ വേണ്ട, അമ്മ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വയറുവേദന എടുക്കുമെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇഷ്ടമാണ് താനും. അങ്ങനെ പിന്നെ അതേ അവന്റെ ബോട്ടിലേക്ക് ഞാൻ വെള്ളമെല്ലാം ഒന്ന് നിറച്ചു വെച്ചു. വെള്ളം മുഴുവൻ കുടിക്കണമെന്നൊക്കെ പറഞ്ഞു വിടും, ചില ദിവസം കുടിക്കത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേൻ്റെ ആദ്യക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ ചെന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയാൻ. ഞാൻ വലിയ ആളായി എന്നാ പറയുന്നത്. എനിക്ക് 6 ഏജ് ആയതുകൊണ്ട് ഞാൻ വലിയ ചേട്ടനായെന്ന് കേട്ടോ ആദ്യം ഇവ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞതേണ്ട അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ദേണ്ട പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുക. അപ്പം ദേണ്ട വേറെ ഇന്നിപ്പം കളർ ഡ്രസ്സ് ഇടാന്ന് മാമിനോട് ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താണ് ബർത്ത്ഡേ ദിവസം നമുക്ക് അലൗഡാന്ന് പറഞ്ഞ കളർ ഡ്രസ്സ്. അപ്പം അതൊക്കെ ഇടിച്ച് പിന്നെ അതേണ്ട പുതിയ ഷൂ അന്ന് അമ്മയുടെ അനിയത്തിയുടെ മോള് കൊടുത്തെന്ന് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതും ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും കൂടി ഇന്നങ്ങ് ഇടിയിപ്പിച്ചേക്കാന്ന് ഓർത്ത് രാവിലെ തേണ്ട അതൊക്കെ ഇടിയിക്കുക. ഷൂ ഇടിയിപ്പിക്കുന്ന പരിപാടി ഞാനല്ല, ഇവിടെ മെയിൻലി ഇവന്റെ അച്ഛയാ ചെയ്യുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അച്ഛ അപ്പുറത്തെന്തോ പരിപാടിയാ, പോവാനായിട്ട് സമയമായി. അപ്പം ഞാൻ വേണ്ട ഷൂ ഒക്കെ ഇടിയിപ്പിച്ച്. അപ്പം ആദ്യകൂട്ടം എന്താ അംബ്രലയാ റെയിനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ഇരിക്കുന്നത്. അപ്പം അതേണ്ട ഞങ്ങളങ്ങനെ അതേ നല്ല രസമുണ്ട്, സുന്ദരന എന്നൊക്കെ അങ്ങ് പറയുക. അല്ലെന്നുണ്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പുത്തനല്ലേ ഇടിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ഊരി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കും. അപ്പം അതിന് മുന്നേ തന്നെ ഞങ്ങൾ സുന്ദരന അടിപൊളിയാന്നൊക്കെ പറഞ്ഞങ്ങ് നിർത്തും കേട്ടോ. ഇച്ചിരി ഒന്ന് പൊക്കി വെച്ചിട്ട് ഞങ്ങൾ ആദ്യം കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ്. അങ്ങനെ അതെ ഞങ്ങൾ ആദ്യക്കുട്ടിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരും. അപ്പം ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടെന്നൊക്കെ. ആദ്യക്കുട്ടനെ സ്കൂളിൽ വിട്ടു. ഹസ്ബൻഡ് ഓഫീസിൽ പോയി. മഴക്കാറുള്ളതുകൊണ്ട് ഇന്ന് കാറിന് പോയതാ കേട്ടോ. അപ്പം ഞാനിനി പാല് വാങ്ങാൻ നോക്കി. ഞങ്ങളുടെ സ്ഥിരം കടമൊക്കെ ഇവിടെ അടുത്തുണ്ട്, ഒരു കുഞ്ഞിക്കട. അവിടെ ഒന്ന് പാലും കൂടെ മേടിക്കാനായിട്ട് വന്നാട്ടോ ഞാൻ. അങ്ങനെ പാലുമൊക്കെ വാങ്ങിച്ചു നേരെ വന്ന് ഞാൻ കയറി കുളിച്ചു കേട്ടോ. തല കുളിച്ചില്ല, ഒരു ജലദോഷക്കോള് പോലെ ഉണ്ട്. ഇനി വെറുതെ പണി വാങ്ങണം ഓർത്ത് വന്നപ്പോൾ തന്നെ ബാക്കിയൊന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി പരിപാടിയിലേക്ക് ഫുള്ള് ഇതുപോലെ നിരന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാനിരിക്കുവാണെങ്കിൽ ഒരു സമാധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോരി വെച്ചു. അതുപോലെ ആ സോയാബീൻ കണ്ടോ ആദ്യക്കൂട്ടം കൊണ്ടുപോയതിന്റെ ബാക്കിയാണ്, അവൻ അതിന്റെ ബാക്കി മാത്രമേ എടുപ്പിച്ചുള്ളൂ കേട്ടോ. പിന്നെ തൊട്ട് അവൻ കാണാതെ ഒന്ന് പാത്രത്തിനകത്ത് വെച്ച് അടച്ചു വെക്കണം, അല്ലെന്നുണ്ട് ഇതുപോലെ മുന്നേ ഒന്ന് നോക്കി ബാക്കി മാറ്റിയൊക്കെ വെപ്പിക്കും. അപ്പം അങ്ങനെ കിച്ചൺ മുഴുവൻ ഞാൻ ക്ലീൻ ആക്കി. ഇനിയിപ്പോൾ ഹാള് കണ്ടില്ലേ ഫുള്ള് ടോയ്സും എല്ലാം കിടക്കുക. അപ്പം എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. അപ്പം ആരും വരാനൊന്നും ഇല്ല കേട്ടോ, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു സമാധാനത്തിന് അപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ളൊന്ന് തൂത്തുവാരിയും കൂടി ഇടുവാണേ. അപ്പം ആദ്യക്കുട്ടനാണെങ്കിൽ വരുമ്പോഴത്തേനും ബലൂണൊക്കെ വീർപ്പിച്ച് റൂമിൽ കെട്ടി സർപ്രൈസ് കൊടുക്കണം എന്നൊരു ഇതിലാട്ടോ ഞാൻ ഇരിക്കുന്നത്. അപ്പം പെട്ടെന്ന് വരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോഴല്ലോ
എന്റെ തൂത്ത് വാരലും ക്ലീൻ ആക്കലും പിന്നെ സകല പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഞാൻ നാളത്തേനുള്ള എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിക്ക് കാണിക്കാവേ. നാളത്തേന് ഇത് ആദിക്കുട്ടന് മറ്റേ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തു. പിന്നെ ചപ്പാത്തിക്കുള്ളത് കുഴച്ചു വെച്ചു. പിന്നെ വെജിറ്റബിൾ സാലഡിനുള്ളത് അരിഞ്ഞു. പിന്നെ ചപ്പാത്തിക്കുള്ള മുട്ടക്കറിക്കുള്ള ഉള്ളി അരിഞ്ഞു. അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്ത് തീർത്തു കേട്ടോ. അയ്യോ, ഇപ്പോഴൊരു സമാധാനമായതേ. അങ്ങനെ ഒരു കിച്ചണിലെ പരിപാടികൾ മുഴുവൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമാധാനമായിട്ട് ബലൂണൊക്കെ വീർപ്പിക്കാം. അപ്പം എനിക്കാണെങ്കിൽ ബലൂൺ, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ. എനിക്കിതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ കേട്ടോ അതെനിക്ക് ബലൂണിൻ്റെ റബ്ബറിൻ്റെ ഒക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വാ കൊണ്ട് തന്നെ വീർപ്പിച്ചു. കുറച്ച് വീർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നമുക്ക് ഈ ബലൂൺ വീർപ്പിക്കുന്ന ആ സാധനം ഇരിപ്പുണ്ടെന്ന് ഓർത്ത. പിന്നെ ഞാൻ അത് പോയി എടുത്തു. പക്ഷെ അതിലും ഭേദം എനിക്ക് ഇഷ്ടം ഈ വാ കൊണ്ട് ഇങ്ങനെ വീർപ്പിക്കുന്നതാണ് കേട്ടോ. മറ്റേതിങ്ങനെ കുറച്ച് നേരം പിടിച്ചു കഴിയുമ്പോൾ എനിക്ക് കൈക്ക് വേദന എടുക്കും. പിന്നെ താമസമാണ് വീറാൻ വേണ്ടി. അപ്പം ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ. പക്ഷെ ഞാൻ അത് വെച്ചിട്ടല്ല, വാ വെച്ച് തന്നെ കേട്ടോ ഫുള്ള് വീർപ്പിച്ചത്. ഒരെണ്ണോ മറ്റോ ഞാൻ ഇങ്ങനെ ഇത് വെച്ച് വീർപ്പിച്ചു. അങ്ങനെ അത് ഫുള്ള് ഞാൻ അവിടെ ഇരുന്ന് ഒറ്റ സ്ട്രെച്ച് വീർപ്പിച്ചു കേട്ടോ. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു, ഒരു കുറച്ച് ബലൂണ്, ഒരു പാക്കറ്റേ മേടിച്ചിട്ടില്ലായിരുന്നു ഞാൻ. അത് മൊത്തം എന്നിട്ട് എടുത്തുമില്ല കേട്ടോ. പിന്നെ ഇവൻ എപ്പോഴും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാന്ന് ഓർത്ത് 2-3 ബലൂൺ എടുത്ത് മാറ്റിയും വെച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ തന്നെ ഇങ്ങനെ ഒരു അലങ്കാരപ്പണി, ചെറുതായിട്ടേ ഉള്ളൂ എന്നാൽ പോലും ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യക്കൂട്ടിൻ്റെ 1, 2, 3 ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലായിരുന്നപ്പോഴേ. അപ്പം എല്ലാവരും കൂടെ കൂടിയാണ് കേട്ടോ ഈ പരിപാടികളെല്ലാം ചെയ്തത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് അവനൊരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് ഓർത്ത് ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ എനിക്കും ഒരു രസം, ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പൊ ഞാനുണ്ടല്ലോ ആദിക്കുട്ടനെ കൊണ്ടുവരാൻ പോവാൻ റെഡിയായി സ്കൂളിലെ. അപ്പൊ ആദ്യം തന്നെ എനിക്കൊന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു തോരണമില്ല, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതൊന്ന് വാങ്ങാൻ പോകണം. എന്നിട്ട് പിന്നെ സ്കൂളിലോട്ട് പോകണം. അങ്ങനെ എനിക്ക് ഓർക്കുന്നേ. അപ്പം നമ്മളിത് ഇവിടെ വലിയ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പരിപാടി കാര്യമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് ബലൂണൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് അലങ്കരിക്കുമ്പോൾ കൊച്ചിനൊരു സന്തോഷം, ഒരു ഹാപ്പി ആണല്ലോ. ഇവിടെ ഇപ്പം നമുക്ക് ആരും ഇല്ലല്ലോ നാട്ടിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെയുള്ള ചെറിയൊരു ആഘോഷം, അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാപ്പി ആക്കണം, അത്രേ ഉള്ളൂ കേട്ടോ ഉദ്ദേശം. അപ്പം ഞാൻ എന്നാൽ സ്കൂളിലോട്ട് പോട്ടെ. അങ്ങനെ ഞാനും ആദ്യക്കുട്ടനും സ്റ്റുഡിയോ വഴിയൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഞാനുണ്ടല്ലോ ഫ്രണ്ട്സ് അവിടെ ബലൂണെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പിന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. ഇവ ഓടി വന്ന് ഡോർ തുറന്നിട്ട് സർപ്രൈസ് കളഞ്ഞു. ഇനിയിപ്പോ ഇത് ഇവർക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തതാട്ടോ, എന്തോന്ന് അറിയത്തില്ല. ഞങ്ങളിത് തുറക്കുമ്പോ വല്ല ഇടി കിട്ടുമോ, 8കാരിയായിരിക്കും എന്നൊക്കെ ആൾക്കൂടെ പറയുന്നത്. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ബർത്ത്ഡേ ഉള്ള പിള്ളേർക്ക് അന്ന് ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഇത് പാരിക്കുട്ട നല്ല ഹാപ്പി ആയി കേട്ടോ. ഒരു പേനയാണ്, ആൾക്ക് പേന ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടും എന്നാൾ കണ്ടായിരുന്നു ഞങ്ങൾ പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു പ്രതീക്ഷിച്ചാ പോയത്. അപ്പൊ ദൈവം ഇവർ കൊടുക്കണേന്ന് ഞാനും ഒന്ന് പ്രാർത്ഥിച്ചു, കാരണം ഭയങ്കര ആഗ്രഹിച്ചാ പോയത്. നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യുമെന്നുള്ള കാര്യം അവൻ അറിയത്തില്ലെങ്കിലും സ്കൂളിൽ നിന്ന് കിട്ടുമോ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല പോയത്. അപ്പൊ എന്തായാലും ഒരു പേനയാണേലും കിട്ടിയപ്പോൾ ആള് ഹാപ്പി ആയി കേട്ടോ. അപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി ആദ്യക്കുട്ടിനൊരു ജീൻസും ഒരു ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇച്ചിരി വലുതാട്ടോ. അപ്പൊ ഇവന് ഫ്രൈഡേ ആണെങ്കിൽ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകേണ്ട കാര്യമുണ്ട് ജീൻസൊക്കെ. അപ്പൊ ഞാൻ അതും കൂടെ ഓർത്ത് വാങ്ങിച്ചതാട്ടോ. പക്ഷെ അത് ഭയങ്കര വലുതായി പോയിട്ടുണ്ട്. അവനിതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കണേ അവരെ അച്ഛ തന്നെ വേണം കേട്ടോ. ചേട്ടാ ആദ്യം പാവമുണ്ട്, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടർ സെറ്റും പിന്നെ 2 പേനായി വരുന്നുണ്ട്. ഈ ഡോക്ടർ സെറ്റിന് ആക്ച്വലി വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതൊന്നും കിട്ടിയില്ല. ഇതൊക്കെ കുറച്ച് നേരത്തെ ഒന്ന് നോക്കി വെക്കേണ്ടതായിരുന്നു. ഞാനാണെങ്കിൽ സമയത്തിന് തലേദിവസം പോയാ വാങ്ങിയപ്പോൾ അടുത്തുള്ള കടയിൽ പോയി കിട്ടിയത് അങ്ങ് വാങ്ങിച്ചു. ഞാൻ ഇവിടെയൊക്കെ കാണുമെന്ന് ഓർത്തിരുന്നത്, അതാ പറ്റിയത്. എന്നാലും ആദ്യക്കുട്ടൻ അത് ഇഷ്ടമായി കേട്ടോ. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, എന്നാലും അതിനകത്ത് ഇവന് ഉദ്ദേശിച്ച പോലെ സിറിഞ്ച്, സ്റ്റെതസ്കോപ്പ് അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ.
അപ്പം എന്തായാലും ആദ്യകൂട്ടം ഹാപ്പിയായി. പിന്നെ വലിയ വലിയ ഗിഫ്റ്റുകളൊന്നും നമ്മൾ വാങ്ങിച്ച് കൊടുക്കാത്തതുമാണല്ലോ നല്ലത്. കാരണം ഇതൊക്കെ ഇതിപ്പം ഭയങ്കര ഇഷ്ടമാട്ടോ, എന്നെ പരിശോധിച്ച് നോക്കുകയൊക്കെയാണ്. പക്ഷെ അതിപ്പോൾ ഒരു 2 ദിവസത്തേനുള്ളതേ ഉള്ളൂ, പിന്നെ അതിങ്ങനെ അതിലേ കിടക്കും. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ആദ്യകൂട്ടം ഹാപ്പിയായി കേട്ടോ, അതുകൊണ്ട് ഞങ്ങളും ഹാപ്പിയായേ. അപ്പൊ ഇത് പല്ല് ഡോക്ടറുടെ ആയിരുന്നു കേട്ടോ. ഞങ്ങളിത് എടുത്തു നോക്കിയപ്പോഴത്തേക്ക് നോർമൽ, ഞാൻ സാധാ ഡോക്ടറുടെ സാധനമാണെന്ന് ഓർത്താ വാങ്ങിച്ചത്. അപ്പൊ ഇത് പല്ല് ഡോക്ടറുടെയാ. അപ്പൊ ഇവനാണെങ്കിൽ ഓൾറെഡി ഒരു കളിയുള്ളതാ, ബിൽഡിംഗ് സെറ്റും വെച്ചിട്ട് ഇവന്റെ പല്ല് ഇന്നാളൊക്കെ ഞാൻ ഇതുപോലെ പല്ലാശുപത്രി കൊണ്ടുപോയി കാണിച്ച്, പിന്നെ ഇവൻ പല്ല് ഡോക്ടറാന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് അവിടെ കിടത്തി എന്റെ വാ പൊളിച്ച് ഇതുപോലെ ബിൽഡിംഗ് സെറ്റും വെച്ച് ഓരോന്നൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പിന്നെ അവന് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴത്തേനും എന്റെ കേക്ക് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മള് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ ഏതാ വേണ്ടതെന്ന് ചോദിച്ച്, ഏത് ഫ്ലേവറാ വേണ്ടതെന്ന് ചോദിച്ച് നമ്മൾ അപ്പം പിന്നെ ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്താ കേട്ടോ. അങ്ങനെ കേക്ക് ഏതായാലും ഓർഡർ ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ഇതാട്ടോ എൻ്റെ അലങ്കോര പണികൾ. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കുറച്ച് ബലൂൺ അങ്ങനെ 3 കെട്ടി അതിലെല്ലാം ഒന്ന് വെച്ചു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ തോരണം തൂക്കി. പിന്നെ ഈ ഇവത്തേലും നമ്മുടെ ടേബിളിലും ഇവത്തെ വെച്ചാണല്ലോ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവത്തേലും ചെറുതായിട്ടൊന്ന് 4 സൈഡിൽ ഓരോ ബലൂൺ ഒന്നാക്കി. അത്രയും പണിയേ ഉള്ളു കേട്ടോ. അപ്പം ഇതാണ് കേക്ക് വന്നിട്ട്. ഇത് ബട്ടർ സ്കോച്ചിന്റെ കേക്ക് കേട്ടോ. ഈ കേക്കിന്റെ കാര്യത്തില ഏറ്റവും വലിയ അത്ഭുതം, ഇത് 1/2 കിലോയുടെ ഒരു കേക്കാണ്. 1/2 കിലോയുടെ ആവശ്യം നമുക്കുള്ളൂ. അപ്പോൾ വില എത്രയാണെന്ന് അറിയോ? 950 രൂപ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലിയ വില കേക്കിനില്ലെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, പിന്നെ ഇത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ആദ്യക്കുട്ടിന്റെ ബർത്ത്ഡേ അല്ലേ, അവ വാങ്ങിച്ചേക്കാന്ന് കരുതി അങ്ങനെ വാങ്ങിച്ചതാ. അപ്പൊ പിന്നെ കുറച്ചു നേരം ആദ്യക്കുട്ടന്റെ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ആദ്യക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. എനിക്കത് മതി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്യാപ്പ് കൂടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേനും അതിന് ഭയങ്കര സന്തോഷം. കാരണം കഴിഞ്ഞ 2 ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മറ്റേത് കുറച്ചുകൂടെ കുഞ്ഞായിരുന്നതുകൊണ്ട് അവനത് ഓർക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും എനിക്ക് ഇപ്രാവശ്യം എന്തോ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. ഇനിയിപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓർക്കുവാനാ, 1-2 ബർത്ത്ഡേയുടെ മതിയല്ലോ. പിന്നെ ഇപ്പൊ ഞാനിങ്ങനെ ഓർത്തപ്പോൾ ഒരു രസം, പിള്ളേർക്ക് എന്താണെങ്കിലും ഇഷ്ടമാണല്ലോ, കുഞ്ഞാണല്ലോ. അങ്ങനെ കുറച്ച് നേരം ആദ്യകുട്ടിന്റെ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ വെച്ച് നടത്തി കേട്ടോ. ആ തൊപ്പി കണ്ടപ്പോഴാള് ഏറ്റവും അധികം ഹാപ്പി ആയത്. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ ധൃതിയിൽ ആദ്യക്കുട്ടം നിൽക്കുക, ഊതത്തെ എന്നും ചോദിച്ചുകൊണ്ട് മെഴുകുതിരിയവൻ മടുത്ത് കേട്ടോ ഫോട്ടോ എടുത്തിട്ട്. അങ്ങനെ അതേണ്ട ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആദികുട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ എന്തായാലും ആദ്യകൂട്ടൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരബദ്ധം പറ്റിയെന്നു വെച്ചാൽ നമ്മൾ വീട്ടിൽ 2 കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യമൊക്കെ നമ്മളിവിടെ ആയതുകൊണ്ട്, അതിന് മുന്നിൽ വരെ അവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പം കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ ഇവിടെ ആയിരുന്നതുകൊണ്ട് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു അവരെ എല്ലാവരും. ഇപ്രാവശ്യം ഈ വീഡിയോ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വീഡിയോ കോളിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പം നമ്മൾ തന്നെ ആയിപ്പോയി സെലിബ്രേഷൻ മൊത്തത്തിൽ. അല്ലെന്നുണ്ട് അവരെല്ലാവരും കൂടെ വീഡിയോ കോളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വർത്താനം എല്ലാവരുടെയും കൂടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ എന്താണ് നമ്മുടെ ട്രൈപോഡയിൽ വെച്ചിട്ട് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോയും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ആരും ഇല്ലെന്നുണ്ടെങ്കിലും ട്രൈപോഡ് ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഏതായാലും നല്ല കേട്ടോ. അതങ്ങനെ നടന്നു. പിന്നെ ഞാൻ എന്നാന്ന് വെച്ചാൽ വായി പൊളിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇനി അതിനകത്തുനിന്നൊരു പീസ് കൂടെ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് പോവുക, അപ്പൊ പിന്നെ മുറിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വായും പൊളിച്ചുകൊണ്ട് ചെന്നതാ കേട്ടോ. അപ്പൊ തരത്തില്ലെന്ന് പറഞ്ഞിട്ട് തന്നു കേട്ടോ, ചുമ്മാ പറ്റിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട കേക്കൊക്കെ മുറിച്ച് നമ്മുടെ മുകളിൽ ഞാൻ പറയാം നമ്മുടെ നെയ്ബർ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ വഴിക്ക് അങ്ങ് താഴോട്ട് പോകാമെന്ന് ഓർത്തോണ്ട് നമ്മൾ പുറത്ത് പോയി ഇന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തു. അപ്പം അതേണ്ട ഞാൻ മുറിച്ചിട്ട് ശരിയാവുന്നില്ല, എനിക്ക് മുറിക്കാനും അതൊക്കെ വീതം വെച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാം. അപ്പോഴത്തേനും ഇങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ മുറിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നേക്കോട്ടെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ആരാന്ന് കേട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ച് തന്നതേ നമ്മൾ നേരെ കുഞ്ഞിയുടെ വീട്ടിൽ ചെന്ന് കേട്ടോ. ഇതാണ് കുഞ്ഞി, ആദ്യക്കുട്ടൻ്റെ ഫ്രണ്ട്. അവൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവളിതേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഇവരൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനാണ് ഇന്ന് വാട്സപ്പിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവരത് കണ്ടപ്പോഴത്തേനും ഇവൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ്
ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേണ്ട കുഞ്ഞി ആദ്യക്കൂട്ടനൊരു ഉമ്മയൊക്കെ കൊടുത്ത്, ആദ്യക്കൂട്ടൻ ഇവനെ എവിടെ ചെന്നാലും ഈ ഏജിലുള്ളൊരു പെങ്കൊച്ച് ഒരു ഫ്രണ്ടായിട്ട് കിട്ടും കേട്ടോ. ഇതിന് മുന്നേ താമസിച്ചെടുത്തുന്നുണ്ടായിരുന്നു ഇവാൻഷിക, ഇത് കുഞ്ഞി. അങ്ങനെ എന്നാണ് ഇത് കുഞ്ഞി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട ഫുഡ് കഴിക്കാൻ പുറത്തു പോകാൻ ഇറങ്ങി. അപ്പൊ ഇതാട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ബേഗൂര് ശിവക്ഷേത്രം. അടിപൊളിയാണ് അമ്പലത്തിന്റെ അകം കാണാനായിട്ടൊക്കെ. നിറച്ച് ഇങ്ങനെ കൊത്തുപണി കൽപ്പണികളൊക്കെ ഞാൻ നേരത്തെയും ഇതിലെ പാസ് ചെയ്തപ്പോഴത്തേനും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതെ നമ്മള് പോയി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ആദ്യക്കുട്ടനാണെങ്കിൽ നന്നായിട്ട് വിശന്നിരിക്കുന്നത്. ഞങ്ങള് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങളൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തിട്ട് പോവാണ്. ഇത് ആദ്യക്കുട്ടന്റെ ഫ്രണ്ട് കൊടുത്താണ്. നമ്മുടെ നെയ്ബർ മോളിലെ വീട്ടില് താമസിക്കുന്ന. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും അവര് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ വീട്ടിലോട്ട് വരാനിരിക്കുവായിരുന്നു. അപ്പൊ അതിന് മുന്നേ ഞങ്ങള് ചെന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത ആദ്യക്കുട്ടന് അല്ലേ. ഇവിടെ നല്ല കാറ്റാ കേട്ടോ. പക്ഷേ കണ്ടോ ഈ വീഡിയോ നോക്കിയിട്ട് കാറ്റൊന്നും കാണുന്നില്ലോ. കാറ്റെന്നെ പറ്റിച്ചു കേട്ടോ. നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കാറ്റ് നിന്ന് പോയ പോലെ. അങ്ങനെ എന്തായാലും നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി പമ്പി കയറിയതായിരുന്നു കേട്ടോ അത്. അപ്പൊ ഈ കാണുന്ന റെസ്റ്റോറന്റിലാണ് നമ്മൾ പോകുന്നത്. നന്ദന പാലസാ കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഒരു പ്രാവശ്യം ഒരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ല. അപ്പം ഇവിടുന്ന് കുറച്ച് നല്ല ഫുഡിനെ പറ്റിയൊക്കെ ഇങ്ങനെ കേട്ടപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോർത്ത് പോയതാ. പിന്നെ വലിയ ടൗണിലും അല്ല ഇത്. ഇങ്ങോട്ടാകുമ്പോഴത്തേനും അധികം തിരക്ക് കാണത്തില്ല എന്ന് ഓർത്ത് കയറിയതാ കേട്ടോ. അപ്പൊ ഇത് കണ്ടോ നമ്മുടെ നോർമൽ റോഡ്, ഒന്ന് മെട്രോയും കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കാഴ്ചകൾ ഇതാ. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഫുള്ള് തിരക്കും, പിന്നെ അതേണ്ട ഈ മെട്രോയും ഇതൊക്കെ തന്നെ. അപ്പം നമ്മളിപ്പോൾ കട കണ്ടല്ലോ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ പോയി ഈ കാണുന്ന റോഡിൽ നിന്ന് അങ്ങോട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാലാണ് നമ്മൾ ആ റോഡിലോട്ട് ചെല്ലത്തുള്ളൂ. അപ്പൊ പെട്ടെന്ന് ചെല്ലാമല്ലോ എന്നൊക്കെ ഓർത്തിറങ്ങിയതാണെങ്കിലും തിരക്ക് കണ്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് കേട്ടോ. 1/2 മണിക്കൂറോളം നമ്മൾ ഈ ബ്ലോക്കിൽ നിന്നു, അതും കടയുടെ വാതുക്കൽ എത്തിയിട്ട്. അപ്പോഴത്തേനും എൻ്റെ കൊച്ചു ക്ഷീണിച്ച് വിശന്ന് 1/2 മണിക്കൂറൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്നാ പറയാന്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഷോപ്പിൽ കടയിൽ കയറി. അപ്പൊ ഇത് കണ്ടോ, ഇതിലെ നമ്മൾ കയറിയിട്ട് ഇപ്പുറത്താട്ടോ ഓപ്പൺ ആവുന്നത്. അത് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വേറെ എവിടെയോ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേണ്ട നന്ദന പാലസിൽ എത്തിയിട്ടുണ്ട്. പാലസൊക്കെയാണ്. ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ കഴിക്കാൻ കയറി. ആദ്യക്കുട്ടൻ്റെ നോട്ടം കണ്ട അവനിതെല്ലാം വായിക്കാൻ അറിയാതെ പോലെ. പക്ഷെ ഒന്നുമില്ല കേട്ടോ. അവൻ ഓരോ പടം അതിലെ ഫോട്ടോ കണ്ടിട്ട് അത് വേണമെന്ന് പറയുന്ന കേട്ടോ. അവനറിയത്തില്ലല്ലോ. പിന്നെ അത് അവർ ആദ്യമേ തന്നെ നമുക്ക് വാഴയിലയിൽ പ്ലേറ്റിനകത്ത് വാഴയില വെച്ചിട്ട് ഒരപ്പളമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പളത്തിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളുടെ ഫസ്റ്റ് ഓർഡർ ചെയ്ത് ഈ ചിക്കനാണ്. ഇപ്പോൾ ഇത് ഗുണ്ടൂർ ചിക്കൻ ഡ്രൈ എന്ന് പറഞ്ഞപ്പോൾ ഡ്രൈ എന്തോ ഐറ്റമാണ് കേട്ടോ ഞങ്ങൾ ഓർത്ത. പ്രത്യേകിച്ച് ഞാൻ പക്ഷെ ഇതെന്തോ കറി പോലൊരു ഐറ്റം കേട്ടോ. കഴിച്ചു നോക്കട്ടെ നല്ലതാണോ. സ്പൈസില്ല, ഒട്ടും എരിവില്ല, കുഴപ്പമില്ല. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ സാധനം. ഞാനിവിടെ ഇതിനും കൂടെ എടുത്തു, ഇത്ര വേണ്ട. അപ്പോഴത്തേക്കും വേണ്ട അടുത്ത സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യമേ കഴിച്ചത് പേര് മാറിപ്പോയി കേട്ടോ. അത് ചിക്കൻ ക്ഷത്രിയ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് നമ്മൾ പറഞ്ഞ ഗുണ്ടൂർ ചിക്കൻ ഡ്രൈ. മാറിപ്പോയി. മറ്റേതിനൊട്ടും എരിവില്ല, സ്പൈസി ആയിരുന്നില്ല. ഇതിനെയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടിട്ട് നല്ല സ്പൈസിയാ, ചൂടാ. നോക്കട്ടെ, കുഴപ്പമില്ല. ഒരു പഴയ ചിക്കൻ ചൂടാക്കിയ ഒരു ഫീല് അല്ലേ. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടത്. വീട്ടിലൊക്കെ കറി വെക്കണം. വീട്ടിൽ കറി വെക്കുമ്പോഴത്തേനും പിറ്റേ ദിവസം ചൂടാക്കി എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ഉണ്ട് ഇത്. ഫുഡ് കഴിച്ചിട്ട് പറയണമല്ലോ. അടുത്തത് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ നന്ദന പാലസ് സ്പെഷ്യൽ ബിരിയാണി കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നന്ദന പാലസ് ഷോപ്പിന്റെ പേര് നന്ദന പാലസ് എന്നാണ്. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആക്ച്വലി മൈക്കില്ലാതെ പറയുന്നതുകൊണ്ട് സൗണ്ട് കാണത്തില്ല. ഞാൻ തമിഴ്നാട്ടിലെ ബിരിയാണി കഴിച്ചിട്ടില്ല. മറ്റേ അന്ന് ഞാൻ അവിടെ മേടിച്ചിട്ടേ ഉള്ളൂ.
ഇഷ്ടമായോ? കുഴപ്പമില്ല. അപ്പോഴത്തേൻ്റെ ആദ്യക്കുട്ടനെ എരിച്ചിട്ട് വലിയ എരിവുള്ള ഒരു സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവന് പെട്ടെന്ന് ഇരിക്കുവേ. അങ്ങനെ അത് അടുത്ത നമ്മളുടെ ഒരു ചിക്കൻ 65 കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അതും വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഒട്ടും തന്നെ എരിവുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം വന്ന സാധനമുണ്ടല്ലോ ചിക്കൻ ക്ഷത്രിയ, അതൊഴിച്ച് ബാക്കിയെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനൊട്ടും എരിവുണ്ടായിരുന്നില്ല കേട്ടോ, തീരെ എരിവില്ല. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റും അതുപോലെ എരിവില്ലാത്ത സാധനമായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ ഇത് ഈ കുടത്തിലുള്ളത് മാങ്കോ മലായി മട്ക എന്ന് പറയും കേട്ടോ, അതും പിന്നെ ഒരു ഐസ്ക്രീം ഒരു വാട്ടർമെലൺ ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഇതുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് കുറച്ച് കണ്ടോ ഫ്രൂട്ട്സ് ഇതൊക്കെ ഇട്ട് മാങ്കോയുടെ ഒരു ഐസ്ക്രീമും പിന്നെ നമ്മുടെ രസഗുള ഇല്ല, രസഗുള പോലെ ഒരു സാധനവും അതെല്ലാം കൂടി ഇട്ടിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതാ. അപ്പം ഈ 2 സാധനവും ഞാൻ ഓർഡർ ചെയ്തതല്ല കേട്ടോ, ആദ്യക്കുട്ടനും അച്ഛൻ ഓർഡർ ചെയ്യും എവിടെ പോയാലും അങ്ങനെ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ജ്യൂസ് ഐറ്റംസ് ഇങ്ങനത്തെ ഐറ്റം ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഇവരുടെ 2 പേരുടെ നിന്ന് ഞാൻ ഇസ്ക്കും, അത്ര മതി, എനിക്ക് ഒത്തിരി വേണ്ട. ഇത്രയെല്ലാം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ എന്തായാലും അതെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സാധനത്തിന്. അപ്പം ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് പറയുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, നന്ദന പാലസുകാരുടെ നിടി മേടിച്ച് തരുമോ എന്നൊക്കെ ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാം, നമ്മൾ കഴിച്ചിട്ട് പറയണമല്ലോ നല്ലതാണോ ഒന്ന്. ഇതിപ്പോൾ ഇൻ കേസ് ആരെങ്കിലും ബാംഗ്ലൂർ വരുമ്പോൾ ഈ കട കാണുവാണെങ്കിൽ കയറാം എന്നുള്ളൊരു ഇതിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ് കേട്ടോ. വലിയ റേറ്റും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേണ്ട ആദ്യക്കുട്ടൻ എന്നോട് അവിടെ നിന്ന് എടുത്താ അമ്മേ ഞാൻ മേടിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് വേഗം ശകലം എടുത്തിട്ട് ദേണ്ട ആദ്യക്കുട്ടന് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു വയറ് നിറഞ്ഞു ദേണ്ട തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം, അത്രയൊക്കെ തന്നെ. അപ്പം ആദ്യക്കുട്ടനാണെങ്കിൽ അവിടുന്ന് ഫുഡൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം എടുത്ത് തൊട്ട് നക്കി ഇരുന്നു. അങ്ങനെയാണല്ലോ പിള്ളേരൊക്കെ. പിന്നെ അവൻ്റെ കയ്യിലിരിക്കുന്നത് മറ്റേ ഈ ജീരകം കിട്ടുമല്ലോ, അത് വലിയ ഇഷ്ടമാട്ടോ. അത് അവിടെ നിന്ന് ഒരു കുറച്ച് വാരി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൻ്റെ അതിരുന്നുകൊണ്ട് കഴിക്കുവാണ്. അങ്ങനെ അതേ നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേനും കണ്ടോ വഴിയിലെ തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10 മണി മറ്റോ ആയിട്ടുണ്ട് സമയം. അപ്പം തിരക്കെല്ലാം കഴിഞ്ഞ് നല്ല ക്ലീൻ ബാംഗ്ലൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ഇന്നത്തെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.